السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. قل بفضل الله وبرحمته فبذلك فليفرحوا هو خير مما يجمعون. صدق الله العلي العظيم. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, റബീഉൽ അവ്വൽ നമ്മിലേക്ക് കടന്നു വന്നു. ഇന്നലെ മാസപ്പിറവി ദൃശ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് റബീഉൽ അവ്വൽ 1 കഴിഞ്ഞു, 2 നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ലോക മുസ്ലിമീങ്ങൾ റബീഉൽ അവ്വലിൽ നബിതങ്ങളോടുള്ള മഹബ്ബത്ത് പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ മഹബ്ബത്ത് പ്രകടനത്തിൻ്റെ ഒരു വലിയ ഭാഗമാണ് നബിതങ്ങളെ മദ്ഹ് പറയുക, മദ്ഹ് കേൾക്കുക എന്നുള്ളത്. റബീഉ എന്ന് പറഞ്ഞാൽ വസന്തം എന്നർത്ഥം. നല്ല പൂക്കളൊക്കെ ഉണ്ടാകുന്ന ചെടികളും പുഷ്പങ്ങളൊക്കെ സജീവമാകുന്ന നല്ല പച്ചപ്പുള്ള വസന്തകാലത്തിനാണ് റബീഉ എന്ന് പറയാം. ആ ഒരു കാലത്താണ് നബിതങ്ങൾ ജനിച്ചത് അറേബ്യയിൽ. എക്കാലവും ഈ മാസം മുസ്ലിമീങ്ങൾക്ക് വസന്തത്തിന്റെ വസന്തോത്സവമാണ്. പരിശുദ്ധമായ റമളാനിൽ ഖുർആൻ ഇറക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് റമളാനിൽ പ്രത്യേകം നമ്മൾ ഖുർആൻ പാരായണം ചെയ്യാം. റമളാനും ഖുർആനും തമ്മിലൊരു ബന്ധം പോലെ നബിതങ്ങൾ എന്നും അത് ചെയ്യണം. റബീഉൽ അവ്വലിന്റെ പ്രത്യേക ഒരു പുണ്യൊന്നുമില്ല. പക്ഷെ റബീഉൽ അവ്വൽ നമ്മൾ പ്രത്യേകം പരിഗണിക്കുന്നു എന്ന് മാത്രം. കാരണം റബീഉൽ അവ്വലിലാണ് നബിതങ്ങൾ ഈ ലോകത്ത് കടന്നു വന്നത് എന്നുള്ളത് കൊണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികൾക്ക് ഇങ്ങനെ മൗലിദ് പരിപാടി നടത്തേണ്ട യാതൊരു ആവശ്യമില്ല. അവരിങ്ങനെ മൗലിദ് പരിപാടി നടത്തിയിട്ടുമില്ല. കാരണം അവരുടെ യഥാർത്ഥ ഒറിജിനൽ സ്നേഹവും ഒറിജിനൽ പ്രണയവും ഒറിജിനൽ പ്രവാചകരുടെ മഹബത്ത് വെച്ച ആൾക്കാരാണ് സ്വഹാബികൾ. അവർക്ക് എന്തിനാ അതിൻ്റെ ആവശ്യം? നമ്മളത് കാട്ടിക്കൂട്ടല, നമുക്കിപ്പോൾ ഇതൊക്കെ അതിനെ പറ്റുള്ളൂ. സ്വഹാബികൾ എന്ന് പറഞ്ഞാൽ നബിതങ്ങൾക്ക് വേണ്ടി ജീവൻ പണയം വെക്കുകയാണ്. നബിതങ്ങൾ പറഞ്ഞതനുസരിച്ച് ജീവൻ കളെ ഷഹീദാവുക. നബിതങ്ങൾക്ക് വേണ്ടി സ്വത്തും മധുരം മക്കളൊക്കെ ഒഴിവാക്കി നബിതങ്ങളെ പിന്നാലെ കൂടുന്ന അവർക്ക് ഇനി ഒരു മഹബത്ത് പ്രകടിപ്പിക്കാൻ ഇങ്ങനെ മൗലൂദ് സദസ്സ് സംഘടിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇവിടുത്തെ ഈ വിദേഹത്തിന്റെ ആൾക്കാർ പറയും സ്വഹാബികളൊന്നും ഇങ്ങനെ മൗലൂദ് ഓതിയിട്ടില്ലതെന്ന്. അവർ ഓതാൻ പാടില്ല, അവർക്ക് ഓതേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് നബിതങ്ങളോടുള്ള മഹബത്ത് പ്രകടിപ്പിക്കുക, അത് ഒറിജിനൽ മഹബത്തിലാണ് അവരുള്ളത്. നമുക്ക് ഇങ്ങനെയെങ്കിൽ റബീഉൽ അവ്വൽ വരുമ്പോഴെങ്കിലും ഇവിടത്തോടുള്ള മഹബത്ത് ഇങ്ങനെ പ്രകടിപ്പിക്കാൻ നമുക്ക് കഴിയണം. യഥാർത്ഥ മഹബത്ത് ഇവിടുത്തെ സുന്നത്ത് മുറുകെ പിടിച്ചിട്ടാണ്. ഇതും ആ മഹബത്തിന്റെയും സ്നേഹത്തിന്റെയും ഒക്കെ ഒരു ഭാഗമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ റഹ്മത്താണെന്ന് ഇപ്പൊ എല്ലാവർക്കും അറിയാലോ. ഇന്നാ അർസൽനാക റഹ്മത്തൽ ലിൽ ആലമീൻ. സൂറത്ത് യൂനുസിന്റെ 58-ാമത്തെ ആയത്തുണ്ട്. സൂറത്ത് യൂനുസിൽ അള്ളാഹു തആല പറയുന്നുണ്ട്, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി. അള്ളാഹു ഒരു ഫദ്ലും ഒരു റഹ്മത്തും ചെയ്താൽ ഫബിദാലിക ഫല്യഫറഹൂ, അതുകൊണ്ട് മുഅ്മിനീങ്ങൾ സന്തോഷിക്കണം, ആർമാദിക്കണം. എന്നിട്ട് ഖുർആൻ പറയാണ്, ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. മുഅ്മിനീങ്ങൾ സമ്മേളിക്കുന്ന, അവര് സംഗമിക്കുന്ന സംഗമങ്ങളിൽ വെച്ച് ഏറ്റവും ഹൈറായത് അള്ളാഹുവിന്റെ റഹ്മത്തോട് സന്തോഷിക്കാൻ പറ്റിയ സദസ്സാണ്. അള്ളാഹുവിന്റെ റഹ്മത്ത് നബിതങ്ങൾ തന്നെയാണ്. ആ നബിതങ്ങളെ കൊണ്ട് റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കാൻ തന്നെയാണ് നമ്മൾ ഈ കൂടുന്നതൊക്കെ. അതുകൊണ്ട് റബീഉൽ അവ്വൽ 12 വരേക്കും നമ്മൾ മഗ്‌രിബിന് ശേഷം നബിതങ്ങളെ മദ്ഹിന് വേണ്ടി ഇങ്ങനെ സംഗമിക്കുക. അള്ളാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. ഇതൊക്കെ സ്വലാത്തിന്റെ ഭാഗമാണ്. കാരണം ഹബീബ് എന്ന് പറഞ്ഞ പേരെന്താ? അതിനർത്ഥം നമ്മൾ എന്റെ ഹബീബായ നബി. നമ്മളെ ഹബീബൊന്നും അല്ല. നമുക്ക് എത്ര ഹബീബീങ്ങളുണ്ട്? നമുക്ക് ഒരുപാട് ഹബീബീങ്ങളുണ്ട്. എല്ലാ ആൾക്കാരോടൊക്കെ നമുക്ക് ഹുബ്ബും നമ്മളെ ഹബീബീങ്ങളാണ്. അള്ളാന്റെ ഹബീബാണ് സത്യം പറഞ്ഞാൽ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നിലയ്ക്ക് പറയാം. നമ്മളിങ്ങനെ ആരെങ്കിലും കാര്യം എന്റെ ഹബീബ് പറയും. നമുക്ക് എന്ത് ഇഷ്കും എന്ത് മഹബത്തുമാണുള്ളത്? നബിതങ്ങളുടെ സുന്നത്ത് നമ്മളെ വീട്ടിലുണ്ടോ, കുടുംബത്തിലുണ്ടോ, നമ്മുടെ വ്യക്തി ജീവിതത്തിലുണ്ടോ, വേഷവിധാനത്തിലുണ്ടോ, വർത്താനത്തിലുണ്ടോ, പ്രവർത്തനത്തിലുണ്ടോ, ചലനങ്ങളിലോ? ഒന്നുമില്ലല്ലോ. അപ്പൊ യഥാർത്ഥത്തിൽ മഹബത്ത് ഉള്ളിലേക്ക് ഇറക്കാൻ നമ്മൾ ശ്രമിക്കുക. മൂസാ നബിനെ പറ്റി അള്ളാന്റെ കരീം പറയും. മൂസാ നബിനേക്കാളും അള്ളാഹോട് നേരിട്ട് വർത്താനം പറഞ്ഞ ആരാണ്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടും കലീം എന്നുള്ള പേര് നബിതങ്ങൾക്കില്ലല്ലോ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പേരാണ് ഖലീലുല്ലാഹി, അള്ളാഹുവിന്റെ ഉറ്റ തോഴൻ, ഉറ്റ സുഹൃത്ത്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനേക്കാളും അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത സൗഹൃദർക്കാണ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടും ഖലീൽ എന്ന പേര് ഇബ്രാഹിം നബിക്ക്.
കലീം അള്ളാഹുവോട് സംസാരിച്ച ആള് എന്ന പേര് മൂസാ നബിക്ക്. അതിനേക്കാൾ സംസാരിച്ച നിബിധങ്ങളാണ് നേരിട്ട്. മൂസാ നബി നേരിട്ട് കണ്ടിട്ടല്ല, അള്ളാഹുന്റെ റസൂൽ നേരിട്ട് കണ്ട് സംസാരിച്ചു. എന്നിട്ടും കരീം എന്ന പേര് മൂസാ നബിക്ക്. ഈസാ നബിനെ പറ്റി റൂഹുള്ള അറിയും, കരീമത്തുള്ള അറിയും. അതിനേക്കാളൊക്കെ നിബിധങ്ങൾ അള്ളാഹുമായിട്ട് ബന്ധം നിബിധങ്ങൾക്ക്. ശരിക്കും റൂഹുള്ളയും കലീമുള്ളയും ഖലീലുള്ളയും ഒക്കെ യോജിച്ചത് നിബിധങ്ങൾക്കാണ്. പക്ഷെ ആ പേരൊന്നും അല്ല റസൂലുള്ളാഹിക്ക് വെച്ചത്. എന്താ വെച്ചത്? ഹബീബുല്ലാഹ്, അള്ളാന്റെ ഹബീബ് എന്നാണ്. ഏറ്റവും ഹുബുള്ള, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആള്. ഹുബ് മനസ്സിലുണ്ടായ പോലെ പുറത്തേക്ക് വരണം. ഹുബ് എന്ന് പറയുമ്പോൾ തന്നെ ഹ നല്ല ഉള്ളിക്കാണ്. ഹ ഭ നല്ല പുറത്തേക്ക് ചുണ്ട് കെട്ട് മ ഭ ചുണ്ട് കെട്ട് ഉമ്മ ചുണ്ട് കൂട്ടണം. ഉള്ളിലുള്ളത് പുറത്തേക്ക് പ്രകടിപ്പിക്കുക എന്നർത്ഥം ഹുബ് എന്ന വാക്ക് പോലും. ഇതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് പറയുകയാണെങ്കിൽ ഒരിക്കലും എന്താ ചുണ്ട് അനങ്ങേണ്ട ആവശ്യമില്ലല്ലോ. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലോകത്തെ ഏറ്റവും വലിയ ദിക്ർ അതാ പറയുകയാണെങ്കിൽ ഒരിക്കലും ചുണ്ട് അനങ്ങണ്ട. ചുണ്ട് ഫുള്ള് തുറന്നിട്ട് പറഞ്ഞു നോക്കി ലാ ഇലാഹ ഇല്ലല്ലാഹ്. കാരണം അത് പുറത്തേക്ക് എത്തേണ്ടതല്ല, അത് ഉള്ളിലേക്ക് ഇറങ്ങേണ്ടതാണ്. അത് ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. ഉള്ളിൽ കൽബിൽ ഇങ്ങോട്ട് ഉറക്കണം, എന്നിട്ട് പുറത്തേക്ക് പറയണം. ഞാൻ ഉദാഹരണം പറഞ്ഞതാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഫുള്ള് കൽബ് ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. ഒറ്റൊന്നു പോലും നമ്മുടെ ചുണ്ടായിട്ട് ബന്ധമല്ല. ഈ ചുണ്ടുമ അനക്കല്ല വിഷയം, ഉള്ളിക്കന്നെ കടത്തുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുപോകുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്തിന്റെ ഭാഗമാണ് ഈ കൂടലും ഈ മൗലിദ് പാരായണമൊക്കെ. പഴയകാലം മുതലൊക്കെ ലോകാടിസ്ഥാനത്തിൽ മുസ്ലിമീങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ ഇവിടുത്തെ ചില ചിന്താഗതിക്കാർക്ക് സംശയം, സ്വഹാബികൾ ചെയ്തില്ലല്ലോ, ഈ സംഘടന ഉണ്ടാക്കരുതൊന്നും സ്വഹാബികൾ ചെയ്താലല്ലോ. ഇതൊന്നും സ്വഹാബികൾ ചെയ്തിട്ടില്ല, നബിതങ്ങൾ മൗലിദ് ഓതാൻ പറഞ്ഞിട്ടുമില്ല. പറഞ്ഞിട്ട് നമ്മൾ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരത് പറയണില്ല. പിന്നെന്താ, നിങ്ങൾക്ക് നല്ല കാര്യങ്ങളാണ്, ബുദ്ധിയോട് ചിന്തിച്ചാൽ മതി. ഖുർആൻ ഇടക്കിടക്ക് പറയും നിങ്ങൾ ചിന്തിക്കണില്ല, നിങ്ങൾ ആലോചിക്കണില്ല. സംഘടന ഉണ്ടാക്കുന്നതിന് നല്ല കാര്യമല്ലേ? മുജാഹിദിനുണ്ട്, ജമാഅത്തിനുണ്ട്, സുന്നിയാക്കൊക്കെ ഉണ്ടല്ലോ. എന്തിനാ? ദീനീയ പ്രവർത്തനത്തിനാ. അത് സുന്നത്തായിട്ട് സുന്നത്തൊന്നും അല്ല. എന്നാ കൂലിട്ടും. കാരണം ദീനീയ പ്രവർത്തനത്തിന് കൂലിട്ടും. അപ്പൊ അതിനാ സംഘടന ഉണ്ടാക്കണത്, അപ്പൊ കൂലിട്ടും. അപ്പൊ മുജാഹിദിനും സുന്നിയാദിനും ജമാഅത്തിനൊക്കെ സംഘടന ഉണ്ട്. അപ്പൊ സംഘടന ഉണ്ടാക്കുക എന്ന് പറഞ്ഞത് പ്രത്യേക ഒരു ഇബാദത്തോ പ്രത്യേക ഒരു സുന്നത്തായ അമലോ നിബിധങ്ങളോ ശരിയൊന്നുമല്ല. പക്ഷെ ആഖിറത്തിൽ കൂലിട്ടുന്ന സംഗതിയാണ് അല്ലേ? നല്ല കാര്യമല്ലേ? അത്രയൊക്കെ തന്നെ ഈ നബിദിനാഘോഷത്തിലുള്ളൂ. അപ്പൊ ഈ ആൾക്കാർ ഈ യൂട്യൂബിലെ പ്രസംഗവും പോസ്റ്ററൊക്കെ ഉണ്ട്, സ്വഹാബികൾ നിബിധനം കഴിച്ചോ, ഫാത്തിമാവി നിബിധനം കഴിച്ചോ. വെറുതെ ഇത് കേട്ട് വസ്വാസാണ്ട. അതൊന്നും ഒരു ചെയ്ത് നമ്മളത് പറയണമില്ല. പിന്നെന്താണ്? ഇതൊക്കെ നല്ല കാര്യം, നിബിധങ്ങളെ ചെയ്യേണ്ട ആവശ്യം. ഇതൊക്കെ മനുഷ്യൊക്കെ ഞാൻ അങ്ങനെ ചെയ്ത് കാണിച്ചേണ്ട ആവശ്യം. നല്ല കാര്യങ്ങൾ ഇസ്ലാമിൽ പെട്ട നല്ല കാര്യം നമുക്ക് അധികരിപ്പിക്കാം. നിബിധങ്ങൾ മധു അറിയാം, ഇത് എന്തോ നല്ല കാര്യം ഇതൊക്കെ. ഇപ്പൊ നിബിധങ്ങളെ പറ്റി എത്ര കാര്യങ്ങൾ കേട്ടു. മധു പറയുന്നത് നല്ല കാര്യമല്ല, എപ്പോഴും പറയാം. റബീഉൽ അവ്വൽ തന്നെ ആണെന്നില്ല. അപ്പൊ നമ്മളെ സൗകര്യത്തിന് റബീഉൽ അവ്വൽ നമ്മൾ ആ ഒരു മുനാസബത്ത്, ഒരു ബന്ധമുള്ളത് കൊണ്ട് നമ്മൾ തെരഞ്ഞെടുത്തത് മാത്രം. ഇതൊക്കെ സജീവമാക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സജീവമാക്കണം. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹബ്ബത്ത് കൊണ്ടാണ് നമ്മൾ സ്വർഗത്ത് കിടക്കുന്ന ഷഫാഅത്തൊക്കെ. കർമ്മങ്ങളെ കൊണ്ട് മാത്രം രക്ഷപ്പെടൂല. ഈ കൂടി നമ്മളെക്കാളും ഇബാദത്ത് ഇപ്പോൾ സിദ്ദീഖിതങ്ങൾക്കുണ്ടോ? പിന്നെ ഹത്തം തീർക്കുന്ന വിഷയത്തിലൊക്കെ ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല അല്ലേ? കാരണം സിദ്ദീഖിതങ്ങളെക്കാളും ഖുർആൻ ഹത്തം തീർത്ത ആൾക്കാർ പക്ഷേ നമ്മളെ ഇടയിലുണ്ടാവും. പക്ഷെ ഖുർആൻ ഹത്തം തീർത്തുകൊണ്ടോ നിസ്കരിച്ചുകൊണ്ടോ അല്ല സിദ്ദീഖിതങ്ങൾ ഏറ്റവും ഉന്നതരായത്. നബിതങ്ങളോടുള്ള മഹബ്ബത്ത് കൊണ്ടാ. ഖദീജ ബീവിയും സ്വഹാബികളൊക്കെ ഒരൊറ്റ വട്ടം നബിതങ്ങളെ കണ്ടാൽ മതി, എന്നാ പേരെന്തായി? സ്വഹാബിയായി. അപ്പൊ എത്ര നബിതങ്ങളെ മഹത്വം! ജീവിതത്തിൽ ഒരു സെക്കൻഡ് മൂമിനായി നബിതങ്ങളെ കണ്ടുമുട്ടിയാൽ അയാളെ പേര് സ്വഹാബിയ. അത് ഏത് വലിയനും ആ സ്ഥാനം കിട്ടൂല. മൊയ്തീൻ ശൈഖിന് പോലും സ്വഹാബത്തിന്റെ സ്ഥാനമല്ല. ഒരു അമലും ഇല്ലാത്ത കുറച്ചു കാലം മാത്രം നബിതങ്ങളെ കണ്ട് മുസ്ലിമായി ജീവിച്ച് വേഗം പെട്ടെന്ന് മരണപ്പെട്ടു പോയ സ്വഹാബികൾക്കും ഔലിയാക്കന്മാരെക്കാൾ സ്ഥാനമുണ്ട്. കാരണം നബിതങ്ങളെ കണ്ടു എന്നുള്ളതാണ്. അപ്പൊ അത്രയും വലിയ ബന്ധമാണ് നബിതങ്ങളുമായുള്ള സഹവാസത്തിന്. അതുകൊണ്ട് ഇതൊക്കെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കി നമ്മുടെ ജീവിതം ഹബീബിനായിരിക്കണം. ഹബീബിലൂടെ അള്ളാഹുവിലേക്ക് എത്തുക. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്താണ്, അള്ളാഹുവിന്റെ റഹ്മത്താണ്. ആ റഹ്മത്തിലൂടെ ലോകത്ത് നമുക്ക് ഒന്നും കിട്ടുള്ളൂ. അപ്പൊ നബിതങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്ത് നബിതങ്ങളെ സന്തോഷിപ്പിക്കാൻ. ഇപ്പൊ നമ്മളെ ശത്രുവിനോട് പോലും നമുക്ക് വെറുപ്പുണ്ടെങ്കിൽ ആ വെറുപ്പ് പ്രകടിപ്പിക്കാതിരിക്കുക. കാരണം എന്താ? അത് റസൂലുള്ളാഹിക്ക് ഇഷ്ടമല്ല. റസൂലുള്ളാഹിക്ക് ശത്രുവിനോട് പോലും മാന്യമായിട്ട് പെരുമാറണം എന്നാണ് ഇഷ്ടം. അവിടെ നബിതങ്ങളെ കാണുക. നമ്മൾ ശത്രുക്കളെ പോലും സ്നേഹിക്കുക. എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട നമ്മുടെ അയൽവാസി നമ്മുടെ ശത്രുവായി മാറി. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് അള്ളാഹ് എന്നെ പരീക്ഷിക്കുമായിരിക്കും. നമുക്ക് ഏറ്റവും നമ്മൾ അങ്ങോട്ട് ഒരുപാട് ഉപകാരം ചെയ്ത സ്നേഹം കൊടുത്ത ആൾ ഇങ്ങോട്ട് ശത്രുത വെക്കുമ്പോൾ നമ്മൾ അള്ളാഹ് പരീക്ഷിക്കാൻ ശ്രമം ഉണ്ടോ? അപ്പൊ അത് ഹൈറനാണ്. അപ്പൊ അതിനും കുയിന്ത് കാട്ടാതിരിക്കുക, അതിലും ദേഷ്യപ്പെട്ട് അതിൽ മനസ്സ് സങ്കടപ്പെട്ട് ഇടങ്ങാറാകാതിരിക്കുക. മനസ്സിൽ ഇടങ്ങാറൊക്കെ ഉണ്ടാവും. അവിടെ ഒക്കെ നബിതങ്ങളെ സുന്നത്ത് ചിന്തിച്ച് ശത്രുക്കളോട് പോലും നബിതങ്ങൾക്ക് വെറുപ്പുണ്ടായില്ലല്ലോ. അവിടെ നബിതങ്ങൾക്ക് ഏത് വിഷയത്തിനും
നിങ്ങൾ ആലോചിച്ച് നോക്കിയാണ് ഏത് വിഷയത്തിനും അതാണ് അവസാന നാളാകുമ്പം പിന്നെ പാമ്പ് മാളത്തേക്ക് മടങ്ങണ മാതി ഈമാൻ മദീനത്തേക്ക് മടങ്ങുന്ന. നമ്മൾ പെട്ടെന്ന് നമുക്കൊരു വലിയ വിഷമം, സാമ്പത്തിക പ്രയാസം നേരിട്ടു, അവിടെ മദീനത്തേക്ക് ചിന്തിക്കുക. നബിതങ്ങൾ മാതൃക കണ്ട് എത്ര വിഷമം നബിതങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. കുട്ടിയെ മരിച്ചു, അവള് മദീന മാതൃക കണ്ട്. നബിതങ്ങളെ കുട്ടി മരിച്ചു. വാപ്പിയമ്മയെ മരിച്ചു, അവൾ നബിതങ്ങൾ മാതൃക കണ്ട്. ഭാര്യമാരുടെ ഭാഗത്ത് നിന്ന് ഇടങ്ങേറുണ്ടായി, അവിടെ നബിതങ്ങളുടെ മാതൃക ഉണ്ട്. കുടുംബത്തിൽ വിഷമങ്ങൾ പ്രയാസങ്ങൾ, അതിലും നബിതങ്ങൾക്ക് മാതൃക. ശത്രുക്കൾ ഒരുപാട് ഇടങ്ങേറാക്കി, അതിലും നബിതങ്ങൾക്ക് മാതൃക. എല്ലാത്തിനും മദീന മാതൃക ഉണ്ട്. അതല്ല ഈമാൻ എന്ന് പറഞ്ഞാൽ അത് ഒരു പാമ്പ് മാളത്തിലേക്ക് മടങ്ങുന്ന പോലെ ഈമാൻ മദീനത്തേക്ക് മടങ്ങുന്ന. ലോകത്ത് എന്ത് സാഹചര്യത്തിൽ നമുക്ക് മാതൃകയാക്കാൻ പറ്റിയത് ഹബീബായ നബിയുനാ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹ്ക്ക് അത്ര ഇഷ്ടപ്പെട്ട ഈ ലോകം തന്നെ പടക്കപ്പെട്ടത് നബിതങ്ങൾക്കാണെന്ന് ഇമാം ഹാക്കിം ഉദ്ധരിച്ച ഹദീസിലുണ്ട്. മുഹമ്മദുൻ മാ ഖലഖതുക. ഇത് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. അള്ളാഹിന്റെ മഹാന്മാരത് മഹബത്തിലൂടെ. ഈ മഹബത്തില്ലാതെ കുറേ ഇബാദത്ത് എടുത്തുകൊണ്ട് നമുക്ക് കാര്യമില്ല. നബിതങ്ങളുടെ മഹബത്ത് ഉണ്ട്. ഉമ്മ പറയും വിജയനെ ഓരോ അളിയനായിട്ട് കാണില്ലല്ലോ പറയും. അപ്പം പെങ്ങളെ ഒരു ഓട്ടോ ഡ്രൈവറെ കൊണ്ട് കല്യാണം അയച്ചു, ഉദാഹരണം പറയാം, അല്ലെങ്കിൽ ആശാരിയെ കൊണ്ട് ആരൊക്കെ കല്യാണം അയച്ചു. നമ്മളൊരു നമുക്ക് അവരുടെ ദേഷ്യം നമ്മൾ അളിയനായിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ? ഓനെ സാധാ മുമ്പത്തെ പോലെ ഡ്രൈവറായിട്ടോ അല്ലെങ്കിൽ ഓനെ പണി എന്താ കച്ചവടക്കാരായിട്ടോ കാണാം, അതല്ല വേണ്ട. ഉമ്മ പറയിച്ചു ഓനൊന്ന് അളിയനായിട്ട് കാണടാ, ഇത് വാക്കില്ല അതിന് ഡ്രൈവറായിട്ട് കാണല്ലേ, ഓനെ വണ്ടിയിലെ പോണ ഡ്രൈവറായി കഴിഞ്ഞാൽ അളിയനായിട്ട് കാണുക അറിയും. ഇതേപോലെ ഹബീബ റസൂലുള്ളാഹിനെ നമ്മുടെ ഹബീബായിട്ട് കാണണം. ഒരു ലോകത്ത് പ്രബോധനം ചെയ്ത് ഇസ്ലാമിനെ നബിയായിട്ട് മാത്രം കണ്ടാൻ പോരാ, ആനാന്റെ ഹബീബായിട്ടും മുഹമ്മദായിട്ടും നമുക്ക് നബിതങ്ങളെ കാണാൻ കഴിയണം. പരലോകത്ത് ഷഫാഅത്ത് ഉണ്ടെങ്കിലേ രക്ഷപ്പെടുള്ളൂ. എന്റെ നബിതങ്ങളെ കൊണ്ട് ഷഫാഅത്ത് ചെയ്യിപ്പിച്ചിട്ട് രക്ഷപ്പെടുത്തേണ്ട ആവശ്യം അള്ളാഹ്ക്കുണ്ടോ? അള്ളാഹ്ക്ക് നേരെ സ്വർഗത്തേക്ക് രക്ഷപ്പെടുത്തിയാൽ പോരെ. എന്തിനാ നബിതങ്ങളുടെ ഇടവെച്ചത്? അത് നബിതങ്ങൾക്കുള്ള സ്നേഹം നമ്മളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ ചെറിയ കുട്ടീനെ തല്ലും, അടിക്കും. നമ്മളെ കുട്ടികളെ നുളോച്ച് ഉമ്മാന്റെ അടുത്തേക്ക്, നമ്മളെ ഭാര്യമാരുടെ അടുത്തേക്ക് ഓടിയെത്തി അമ്മമാര് നമ്മളെ ഭാര്യമാരെ കുട്ടിനെ കെട്ടിപ്പിടിക്കും. അപ്പൊ ഉമ്മയിലേക്ക്, നമ്മളെ ഭാര്യമാരിലേക്ക് നമ്മളെ കുട്ടികൾ ഓടിച്ചെന്ന് ഉമ്മമാർ ആ കുട്ടീനെ സ്നേഹിക്കണത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കുട്ടീനെ അടിക്കുകയാണ്. തമാശക്ക് കുട്ടീനെ ചന്തിക്കുന്നുള്ളൂ, അടിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ കുട്ടീനെ ഉപ്പച്ച് കാട്ടിയാറിട്ട് ഉമ്മച്ചിന്റെ അടുത്തേക്ക് കൊണ്ടും. അപ്പൊ നമ്മളെ ഉമ്മച്ചിയാരുടെ അടുത്ത് കുട്ടികളിങ്ങനെ കെട്ടിപ്പിടിച്ചതിനെ കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മനഃപൂർവ്വം കുട്ടീനെ തല്ലുകയാണ്. ഉമ്മയ്ക്കുള്ള സ്നേഹം കണ്ട് ആസ്വദിക്കാൻ വേണ്ടി. ഇതന്നെയാണ് ഷഫാഅത്ത്. മഹ്ശറ സഭയിൽ വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് കോടിക്കണക്കാന ജനങ്ങളെ ഷഫാഅത്തൊന്നുമില്ല, അത് റസൂലുള്ള പറയാതെ തന്നെ അള്ളാഹ്ക്ക് രക്ഷപ്പെടുത്തിക്കൂടെ? പക്ഷെ നബിതങ്ങൾക്ക് ഈ ഉമ്മത്തിനോടുള്ള സ്നേഹം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നബിതങ്ങളിലേക്ക് ഓടാനും മണ്ടാനും നബിതങ്ങളോട് ചോദിച്ച് സങ്കടപ്പെടാനൊക്കെ അള്ളാഹു തആല പറയാം. അതൊക്കെ ഹബീബിനെ നമ്മളുള്ള സ്നേഹം കാണിക്കാൻ വേണ്ടിയാണ്. അതാ ഖുർആൻ പറഞ്ഞത്, ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും. ഖുർആൻ പറയാൻ, നിങ്ങളിലേക്ക് കടന്നു വന്ന നബിതങ്ങൾ അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങളൊന്ന് വിഷമിക്കുമ്പോഴേക്ക് നബിതങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല, നിങ്ങൾ സങ്കടപ്പെടുമ്പോഴേക്ക് നബിതങ്ങൾക്ക് അത് സഹിക്കാൻ കഴിയില്ല. അങ്ങനത്തെ ഒരാളങ്ങളിലേക്ക് വന്നത് നമ്മക്ക് അറിയായിട്ടാ. നമ്മളെക്കാളൊക്കെ നമ്മളെ നഫ്സിനോട് നമ്മളെക്കാളൊക്കെ സ്നേഹം ആർക്കാണ്? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വെറുതെ അല്ല നമ്മൾ അന്ത ഉമ്മുൻ അമ്മബു മറൈനാ ഫീഹിമാ മിത്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അഷ്ശഫീഉൽ അബ്തഹി. നബിയെ, നിങ്ങൾ നിങ്ങളുടെ ഉമ്മയെ പോലെയാണ്, നിങ്ങളെ ബാപ്പയെ പോലെയാണ്. അങ്ങനൊന്നും പറഞ്ഞാലും നബിയെ, നിങ്ങൾക്ക് ഞങ്ങളോടുള്ള കടമയും കടപ്പാടും ബന്ധവും തീരൂല. കാരണം ഉമ്മയെക്കാളും ബാപ്പയെക്കാളും ഞങ്ങളോട് സ്നേഹം നബിയെ നിങ്ങൾക്കാണ്. അൻത ഉമ്മുൻ, നിങ്ങൾ ഞങ്ങളെ ഉമ്മയാണ്. അബ്ബുനല്ല, നിങ്ങൾ ഞങ്ങളെ ബാപ്പയാണ്. മാറായിന ഫീഹിമാ, ഉമ്മായിലും ബാപ്പായിലും ഞങ്ങൾ കണ്ടിട്ടില്ല. മിത്ല ഹുസ്നിക, നിങ്ങൾക്കുള്ള ഭംഗിയും നബിയെ നിങ്ങൾക്കുള്ള സ്നേഹവും നിങ്ങൾക്ക് ഈ ഉമ്മത്തിനോടുള്ള വാത്സല്യം ഉമ്മായിലും ബാപ്പായിലും കണ്ടിട്ടില്ല. ശരിയാ? എന്റെ ഉമ്മത്ത് നരകത്ത് കടക്കുമെന്ന് ചിന്തിച്ച് പൊട്ടിക്കരഞ്ഞ ബോധം കെട്ട് വീണിട്ടുണ്ട് നബിയുനാ റസൂലുള്ളാഹി. അപ്പയാണ് ആയത്തിറങ്ങിയത്, നബി നിങ്ങൾ കരയണ്ട, അവരൊക്കെ നരകത്ത് കടക്കുകയാണെങ്കിലും ഷഫാഅത്ത് ചെയ്തവരെ രക്ഷപ്പെടുത്താൻ നിങ്ങൾക്കൊരു അവസരം ഞാൻ നൽകും. വലസൗഫ യുഅ്തീക റബ്ബുക ഫതർളാ. നിങ്ങൾ ബേജാറാലി, നമ്മളെ വാപ്പാലാർക്കും നമുക്ക് നരകണ്ടാവും വെച്ച് കരഞ്ഞിട്ടുണ്ടോ? ഒരു കരച്ചിലിടും. മരിച്ചു പോകുമ്പോൾ കരയണത് കബറിൽ സ്വിച്ച് ഉണ്ടാവോ നരകം, അതൊന്നും പേടിച്ചിട്ടല്ല. അത് വേർപാടിന്റെ ദുഃഖ. അത് ഹിന്ദുക്കളും കരയും. എനിക്ക് പറയാൻ മനസ്സിലായില്ല. നമ്മൾ മരിച്ച് നമ്മളെ മയ്യത്ത് പെരെ നിൽക്കുമ്പോൾ ഉമ്മി മാപ്പി മക്കളൊക്കെ കരയല്ലോ, അത് നമ്മളെ ആഹാരം പേടിച്ചിട്ടല്ല കരയേണ്ടത്.
അത് ഹിന്ദുക്കളും ആഖിറത്തിൽ വിശ്വാസമില്ലാത്ത നിരീശ്വരവാദികളും കമ്മ്യൂണിസ്റ്റുകളും ഒക്കെ കരയും. അതെന്താ? വിട്ടു പിരിയുമ്പോഴല്ല വേർപാടിന്റെ വേദനയാണ്. അപ്പൊ നമ്മൾ നരകത്ത് കിടക്കുമെന്ന് കരുതിയിട്ട് നമ്മൾ അമ്മയും ബാപ്പി കരയില്ല, നമ്മളെ മക്കൾക്ക് വേണ്ടി നമ്മൾ കരയില്ല. മരിച്ചു പോകുമ്പോൾ കരയണ ആ വേർപാടിന്റെ വേദന. എന്നാൽ നബിതങ്ങൾ കരഞ്ഞു ബോധം പോയത് നിന്റെ ഉമ്മത്ത് പടച്ചോനെ നരകത്ത് കിടക്കല്ലോ എന്ന് ചിന്തിച്ചിട്ടാണ്. അപ്പൊ അവളെ ഉമ്മയാണോ വാപ്പയാണോ വലുത് നമ്മക്ക് സ്നേഹത്തിൽ? അതോ റസൂലാണോ ഹബീബാണ്? അതുകൊണ്ടാണ് പറഞ്ഞത് ഞങ്ങൾ ഉമ്മാനേക്കാളും ബാപ്പാക്കാളും നിങ്ങൾക്ക് ഞങ്ങളോട് സ്നേഹം. പക്ഷെ നമ്മക്ക് മനസ്സിലാക്കാൻ പറ്റണില്ല. നമ്മളിപ്പോ ഇത് ആ പൈസ കൊടുത്തിട്ട് കിട്ടിയത് നമ്മൾ റസൂലുള്ളാഹിന്റെ ഉമ്മത്തായത് നമ്മൾക്ക് ഭയങ്കര ഭാഗ്യ. വേറെ അമ്പിയാ മുർസലീങ്ങൾ അവരെ ഉമ്മത്ത് രക്ഷപ്പെടുത്തുന്ന മാതിരിയല്ല. നമ്മുടെ നബിതങ്ങൾ നമ്മളെ രക്ഷപ്പെടുന്നത് കുറച്ചൊരു ഈമാൻ വേണം. അല്ലാതെ നമ്മൾ എന്തിങ്ങനെ കേടിയിട്ട് ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ എന്നും കള്ളും കഞ്ചാവും വൃത്തികേടിൽ നടക്കുന്നത് ഇങ്ങനെ ഷഫാത്തോട് രക്ഷപ്പെടാൻ കരുതരുത്. SLC ജയിച്ചാലല്ലേ ഒരു +1 സീറ്റിന് ആർക്കിനൊക്കെ ബന്ധപ്പെടാൻ പറ്റുള്ളൂ. തോറ്റാ പിന്നെ ഇറക്കമെന്നില്ലല്ലോ, ജസ്റ്റ് പാസ്സാണ്ടേ. ഈമാൻ ഉണ്ടെങ്കിൽ പിന്നെ കുറച്ച് തെറ്റുകളൊക്കെ ഉണ്ടെങ്കിലാണ് ആ ഷഫാത്തോട് ഉപകരിക്കുക. നമ്മൾ മനസ്സിലാക്കണം. അതിന് നമ്മൾ അധ്വാനിക്കാതെ കിട്ടിയൊരു അനുഗ്രഹമാണ്. ഒരു കഥ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു രാജാവ്, കോടികൾ ആസ്തിയുള്ള രാജാവാണ്. ഒരു സുന്ദരിയായ മകളുണ്ട്, നല്ല ചുറുക്കുള്ള പെൺകുട്ടിയാ. അപ്പൊ ഒരുപാട് പ്രപ്പോസൽ വന്നു രാജാവിന്റെ മകളെ കെട്ടാനേ. അപ്പൊ രാജാവ് പറഞ്ഞു, ഞാനൊരു ടാസ്ക് തരാം, ഒരു ടാസ്ക് ഏൽപ്പിക്കാം. ഞാനൊരു മത്സരം നടത്താം, ആ മത്സരത്തിൽ വിജയിക്കണ ആക്കിന്റെ മകളെ കെട്ടിച്ചരും ചെയ്യും, രാജ്യത്തിന്റെ പകുതി എഴുതി തരും ചെയ്യും, കാലാകാലം ജീവിക്കാനുള്ള മുതലും സ്വത്തും സ്വർണ്ണൊക്കെ തരും ചെയ്യും. ഇപ്പൊ എന്താ ടാസ്ക് അറിയോ? ഒരു വലിയ കുളമുണ്ട്, ആ കുളത്തിൽ മുതലുണ്ട്, മുതല. അപ്പൊ രാജാവ് പറഞ്ഞു, ഈ കുളത്തിലേക്ക് ഇറങ്ങി കുളത്തിലൂടെ നീന്തി അക്കരെ പറ്റിയ ആരുണ്ടോ, ഈ കുളത്തിൽ നീന്തിയിട്ട് അക്കരെ കിടക്കുന്ന ആൾക്ക് ഞാൻ എൻ്റെ മകളെ കെട്ടിച്ചേരും. അപ്പൊ നല്ല മുതലുണ്ട് അതിൽ. എല്ലാവർക്കും പേടിയാണ്, ഇറങ്ങാൻ പേടിക്കുകയാണ്. അവസാനം ഒരുത്തനെ അതിക്ക് ഇറങ്ങി നീന്തി അക്കരെ പറ്റി. അക്കരെ പറ്റി. അപ്പൊ എല്ലാവരും അഭിനന്ദിക്ക രാജാവ്, ഷാബാഷ്, വിജയിച്ചു, നീ ധൈര്യവാനാണ്, ഷുജായിയാണ്, എനിക്ക് എൻ്റെ മകളെ കെട്ടിച്ചേരാണ്, എനിക്ക് സമ്മാനം തരാൻ, നിന്നെ ഞാൻ ഇവിടുത്തെ രാജ്യത്തെ ഏറ്റവും വലിയ സമ്പന്നനാക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ ഫസ്റ്റ് കരഞ്ഞോട് പറയാൻ, എന്നെ ആരാ പണ്ടത്തെ ഉന്തിട്ട്? ഞാൻ കൽപ്പിച്ചൂട്ടി ചാടിയതല്ല, എന്നെ ആരോ ഉന്തിട്ടാണ്. അപ്പൊ രാജാവ് പറഞ്ഞു, അത് നിന്നെ ഉന്തിടാൻ ഏൽപ്പിച്ച ഞാൻ തന്നെയാണ്, എന്നെ ഉന്തിടാൻ ഏൽപ്പിച്ച ഞാൻ തന്നെയാണ്. ആ മുതല പ്ലാസ്റ്റിക്കിന്റെ മുതലാണ്. ഞാൻ സത്യസന്ധത പരിശോധിച്ചാണ്. നീ അക്കരെത്തിയപ്പം ഏതാനും കഴിച്ചിരായല്ലോ, ഞാൻ തന്നെ അർഹൻ എന്നൊരു കിബർ എനിക്ക് ഉണ്ടായില്ല. എനിക്ക് മുതൽ കിട്ടുള്ളൂ, രാജാവിനെ മകളെ കിട്ടുള്ളൂ എന്നുള്ള അഹങ്കാരം ഉണ്ടായില്ല, ആ ചിന്ത ഉണ്ടായില്ല. നീ എന്ത് ചെയ്ത്? നിന്റെ വിനയവും താഴ്മയും തിരിച്ചറിവും ഞാൻ ധൈര്യം കൊണ്ട് എത്തിയതെല്ലാം കേട്ട് എന്നെ ആരും ഉന്തിട്ടാണെന്നില്ല യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞല്ലോ, അതുകൊണ്ട് നീ തന്നെയാണ് അർഹൻ എന്ന് പറഞ്ഞ അയാൾക്ക് രാജാവ് മകളെ കെട്ടിച്ചു കൊടുക്കുകയാണ്. എന്തുകൊണ്ട്? ഞാൻ ഒന്നുമല്ല എന്ന് തിരിച്ചറിവ്. അല്ലെങ്കിൽ അവനക്ക് അഭിനയിച്ച് അപ്പൊ വേറെ ആൾക്കാർ ചാടിയിട്ടുണ്ട്, അവരൊക്കെ രാജാവ് ഉന്തിട ഏൽപ്പിച്ചാണ്. പക്ഷെ അവരാരും കള്ളി പറഞ്ഞിട്ടില്ല. അവരൊക്കെ രാജാവ് ഉന്തിട ആളെ ഏൽപ്പിച്ചിട്ടാണ്. പക്ഷെ അവരാരും അക്കരെ പറ്റിയപ്പം ഞാൻ ഉന്തിട്ടതിൽ പറഞ്ഞിട്ടില്ല. എന്റെ ധൈര്യം കൊണ്ടല്ല ഞാൻ എടുത്തിന്ന് പറഞ്ഞത്. പക്ഷെ മറ്റേ ആൾ പറഞ്ഞപ്പോൾ എനിക്ക് കെട്ടിച്ചു കൊടുത്തു. ഇതെന്തിനാ ഉദാഹരണം പറഞ്ഞത്? നമ്മൾ അള്ളാഹിന്റെ റസൂലുള്ളാഹിന്റെ ഉമ്മത്തിലായതും നമ്മൾ മുസ്ലിം ആയതും നമ്മൾ മനുഷ്യനായതും നമ്മൾ ഒരു പവറോടും അല്ല. അത് തിരിച്ചറിയാൻ പറ്റിയാൽ നമുക്ക് ആ രാജാവ് മകളെ കെട്ടിച്ചു കൊടുത്ത മതി, ആഖിറത്തിൽ രക്ഷ ഉണ്ടാവും. അത് തിരിച്ചറിയാൻ സാധിക്കണം. അതുകൊണ്ട് എല്ലാ മഹാന്മാരും ദുആ തുടങ്ങുമ്പോൾ ഒരു ദുആ ആരംഭിക്കാറുണ്ട്, അൽഹംദുലില്ലാഹി ജഅലനാ മിൻ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങളെ ഉമ്മത്തിലായി എന്നെ ലോകത്ത് കൊണ്ടുവന്ന പടച്ചോനെ നിനക്ക് ശുക്റാണ്. അപ്പൊ അതിനൊക്കെ ശുക്റാണ്. ആ നബിതങ്ങളെ റബീഉൽ അവ്വൽ വരുമ്പോഴേക്കും മധു പറയലും പരിപാടി സംഘടിപ്പിക്കലൊക്കെ ഒരുപാട് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. ഇത് മഹബത്താണ്. മഹബത്തിനേക്കാളും വലുത് വേറൊന്നുമില്ലല്ലോ. മഹബത്താണ് ലോകത്തെ ഏറ്റവും വലുത്. മഹബത്തില്ലാത്ത ഒരാൾ ഇവിടുന്ന് ഖുറാൻ 10,000 ഖത്തം തീർത്തു. മഹബത്ത് ഒരാൾക്കുണ്ടവർ കുറച്ച് നാളെ മഹബത്തോട് രക്ഷപ്പെടും. സ്നേഹമാണ് വലുത്. സ്നേഹം തന്നെയാണ് ലോകത്തെ ഏറ്റവും വലുത്. സ്നേഹമാണ് അഖില സാരമൂഴിയിൽ എന്ന് പറഞ്ഞല്ലോ കവിതയിൽ. അതുകൊണ്ട് ആ സ്നേഹത്തിന്റെ ഭാഗമാണിത്. റബീഉൽ അവ്വൽ എല്ലാവരും പങ്കെടുക്കുക, മൗലൂദൊക്കെ എല്ലാവരും പങ്കെടുക്കുക. റബീഉൽ അവ്വൽ 12 കഴിഞ്ഞ 12 ഞാൻ മദീനത്തായിരുന്നു. ഈ 12 മദീനത്തിൽ പങ്കെടുക്കണം എന്നൊക്കെ ഞാൻ അതിയായി ആഗ്രഹിച്ചത് എൻ്റെ കൂടെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ തീരുമാനിച്ചാണ്. അപ്പോഴാണ് എൻ്റെ എല്ല് പൊട്ടി പോകാൻ കഴിയാതെ പ്രയാസപ്പെട്ട് വെയിറ്റൊക്കെ എടുക്കാനൊക്കെ പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്താ വെച്ചാലേ, അപ്പോൾ റബീഉൽ അവ്വൽ 12 മദീനത്താന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒന്ന് പൂണത്തിറങ്ങാൻ ആൾക്കാരുണ്ട്. ലോകത്ത് എത്ര വലിയ ആശിക്കങ്ങളുണ്ട്. നമുക്ക് ഇഷ്കാണ് വേണ്ടത്, ഇഷ്ക് വേണം. കള്ളുകൂടി ഇങ്ങനെ ഫുള്ള് കള്ളു കുടിച്ചിന് ആൾക്കാരെ പെട്ടെന്ന് കള്ളുകൂടി മാറിയാൽ തരിപ്പുണ്ടാവും. അപ്പോൾ കുറച്ച് സെവനപ്പെങ്കിലും കുടിച്ചേണ്ടി വരും. ഇതേപോലെ ഇന്നീ പാട്ടും മ്യൂസിക്കും സംഗീത പരിപാടിയിട്ട് പോകുന്ന ആൾക്കാർക്ക് അതൊക്കെ വിട്ടുക്കുമ്പോഴേ ഇങ്ങനെങ്കിലും ഒരു മൗലൂദും ഒരു പാട്ടും മദൂർ റസൂൽ ഗീതങ്ങളും ഇങ്ങനെയെങ്കിലൊക്കെ ഒരു ചാൻസ് വേണം. എന്നും കള്ളുകൂടി പെട്ടെന്ന് മാറ്റിയാൽ സെവനപ്പെങ്കിലും കുടിച്ചുമ്പോൾ സമാധാനം കിട്ടൂലേ?
അതേപോലെ വളരെ മോശപ്പെട്ട സിനിമാ പാട്ടിൽ നടന്നിരുന്ന ആൾക്കാരൊക്കെ ഒക്കെ മാറിയിട്ട് ഇപ്പൊ അവർക്ക് ഹരം മദ്ഹൂർ റസൂൽ സോങ്ങുകളൊക്കെയാണ്. അതൊക്കെ പ്രോത്സാഹിപ്പിക്കണം. നീണ്ടു പോകുമ്പോൾ ബർക്കത്തിന് വേണ്ടി സലാം ബൈത്ത് ഓതിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം അല്ലെ. അള്ളാഹു തആല കബൂലാക്കട്ടെ. ഹബീബ നബി തങ്ങളുടെ ശഫാഅത്ത് കൊണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ ദിവസവും മൗലിദിലൊക്കെ പങ്കെടുക്കുക. ഇന്ന് ചീരിനുണ്ട് മരണപ്പെട്ടു പോയ ബാപ്പാന്റെ പേര് നമ്മളെ ചുങ്കത്തിലെ മുസ്തഫാക്ക.